അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യം നമുക്ക് വായിക്കാം. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. മലിനമായ പല കാര്യങ്ങളിലും മാന്യത കാണുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ലജ്ജിക്കേണ്ട പല കാര്യങ്ങൾ ഭൂമിയിലുണ്ട്. ജഡത്തെ അനുസരിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ജഡത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നു. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാണ് എന്ന് പറഞ്ഞാൽ ജഡം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മിക്കവാറും ദൈവം വെറുക്കുന്ന കാര്യങ്ങളാകയാൽ ദൈവം അത് അംഗീകരിക്കുന്നില്ല. ആയതിനാൽ ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാണ്. ജഡത്തിൻ്റെ ചിന്ത അഥവാ ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്തെല്ലാമാകുന്നു എന്ന് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് എന്നിവയാണ്. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു സ്വഭാവം നമ്മിൽ ഉണ്ടെങ്കിൽ നിശ്ചയമായി നമുക്ക് ദൈവസന്നിധിയിൽ ചെല്ലുവാൻ കഴിയുകയില്ല. കാരണം ജഡസ്വഭാവമുള്ള ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ വസിക്കുവാൻ സാധിക്കാത്തതാണ് അതിന് കാരണം. ശൗലിൽ നിന്നും യഹോവയുടെ ആത്മാവ് പോയപ്പോൾ പകരം വന്നത് ദുരാത്മാവായിരുന്നു. നാം കേട്ടതായ ജഡത്തിൻ്റെ ഏതെങ്കിലും സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അതിൻ്റെ ഉടമസ്ഥൻ സാത്താൻ ആകയാൽ ഉടനെ ആ സ്വഭാവമുള്ള വ്യക്തിയുടെ ഹൃദയത്തിൽ സാത്താൻ കടന്നുകൂടുന്നു. മനുഷ്യൻ്റെ ബുദ്ധിക്കോ ശക്തിക്കോ ജഡസ്വഭാവത്തിൽ നിന്നും രക്ഷ നേടുവാൻ കഴിയുകയില്ല. പിന്നെ എങ്ങനെ രക്ഷ നേടാം? അവിടെയാണ് സുവിശേഷത്തിൻ്റെ പ്രസക്തി. ജഡത്തിൻ്റെ പ്രവൃത്തികൾ നാം കേട്ട് കഴിഞ്ഞു. ആ പ്രവൃത്തികളിൽ നിന്നും, ആ പ്രവൃത്തികളുടെ ശിക്ഷയിൽ നിന്നും, നിത്യനരകത്തിൽ നിന്നുമുള്ള രക്ഷയാണ് സുവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്നത്. ആ സുവിശേഷത്തെക്കുറിച്ചാണ് എനിക്ക് ലജ്ജയില്ല എന്ന് പൗലോസ് പറഞ്ഞത്. കാരണം സുവിശേഷം മനുഷ്യനെ മാന്യനും വിശുദ്ധനുമാക്കും എന്നതിനാലാണത്. സുവിശേഷം എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ അനേകം ഉത്തരങ്ങൾ അതിനുണ്ട്. എനിക്കറിയാവുന്ന ഒരു ഉത്തരം ഞാനിവിടെ പ്രസ്താവിക്കട്ടെ. ഒരു പുസ്തകത്തിൽ നിന്നും ലഭിച്ച അറിവാണത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവൻ്റെ പ്രകാരം ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചുവോ അപ്രകാരം ഇന്ന് അവനെ ജീവിക്കുവാൻ കഴിയും എന്ന വാർത്തയാണ് സുവിശേഷം. പാപം ചെയ്യാതെ ദൈവത്തെ അനുസരിക്കുന്നവരായി മനുഷ്യൻ ജീവിക്കണമെന്നായിരുന്നു ദൈവത്തിൻ്റെ ആഗ്രഹം. സുവിശേഷത്തിൽ പാപമോചനത്തിനുള്ള മാർഗമുണ്ട്. പാപമോചനം ലഭിച്ച വ്യക്തിക്ക് പുതുജീവൻ അഥവാ വീണ്ടും ജനനം പ്രാപിക്കുവാൻ സുവിശേഷത്തിൽ സാഹചര്യമുണ്ട്. ദൈവമകൻ ദൈവമകൾ ആകുവാനുള്ള അവസരം സുവിശേഷം അനുസരിക്കുന്നതിൽ കൂടി നമുക്ക് വന്നു ചേരുന്നു. ക്രിസ്തുവിൻ്റെ എല്ലാ അവകാശങ്ങളും നമുക്ക് സുവിശേഷം അനുസരിക്കുന്നതിൽ കൂടി വന്നു ചേരുന്നു. തന്നെയുമല്ല മരണശേഷം നിത്യജീവൻ പ്രാപിക്കുവാനും സുവിശേഷം അനുസരിക്കുന്നതിൽ കൂടി നമുക്ക് കഴിയുന്നു. ക്രിസ്തുവിനോട് കൂടെ യുഗായുഗങ്ങൾ വാഴുവാനുള്ള അവകാശം സുവിശേഷം നാം അനുസരിക്കുന്നതിൽ കൂടി നമുക്ക് ലഭിക്കുന്നു. ഇത്രമാത്രം ഭാഗ്യകരമായ പല നന്മകളും സുവിശേഷം അനുസരിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കും എന്നതിനാൽ ആണ് പൗലോസ് പറഞ്ഞത്, സുവിശേഷം വിശ്വസിക്കുകയോ അനുസരിക്കുകയോ ചെയ്യാത്തവർക്ക് അത് ഭോഷത്വമായി തോന്നാമെങ്കിലും സുവിശേഷം വിശ്വസിക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് സുവിശേഷം ദൈവശക്തിയാണെന്ന്. സുവിശേഷത്തിൻ്റെ കേന്ദ്ര ബിന്ദു ആരാണെന്ന ചോദ്യത്തിന് ക്രിസ്തു എന്ന് മാത്രമേ പറയുവാൻ കഴിയൂ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ക്രിസ്തുവാണ് യഥാർത്ഥ സുവിശേഷം. ക്രിസ്തു കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ മനുഷ്യവർഗത്തിന് ശാപത്തിൽ നിന്നും പാപത്തിൽ നിന്നും മോചനം ലഭിക്കുകയില്ലായിരുന്നു. എന്നാൽ ദൈവം തൻ്റെ ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി ശാപവും പാപവും ആക്കി. നമ്മുടെ ശിക്ഷ ക്രിസ്തുവിൻ്റെ തന്നെ അനുവാദത്തോടെ ദൈവം തൻ്റെ ക്രിസ്തുവിൻ്റെ മേൽ ചുമത്തി. ആ യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് പാപമോചനവും വീണ്ടെടുപ്പും നേടിത്തന്നു. ഇത് നാം വിശ്വസിക്കുകയും ഈ സുവിശേഷം അനുസരിക്കുകയും ചെയ്യുമ്പോൾ ദൈവവുമായി ബന്ധപ്പെടുവാൻ കഴിയാത്ത വിധം നിർജീവമായിരിക്കുന്ന നമ്മുടെ ആത്മാവിന് പുതുജീവൻ ലഭിക്കുകയും പാപത്തെ പാപമാണെന്ന് തിരിച്ചറിയുവാനുള്ള കഴിവ് നമുക്ക് ലഭിക്കുകയും നാം പാപത്തെ വിട്ടു ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നു. നമ്മുടെ ബുദ്ധി കൊണ്ടോ കഴിവുകൾ കൊണ്ടോ സുവിശേഷത്തെ അഥവാ ക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. എന്നെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു
എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്ന പത്രോസിൻ്റെ ഉത്തരത്തിന് യേശു പറഞ്ഞ മറുപടി പ്രകാരമായിരുന്നു, ബർയോന ശീമോനെ, ജഡരക്തങ്ങളല്ല എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത് എന്നാണ്. അതായത് ജഡരക്തങ്ങൾക്ക് യേശുക്രിസ്തു ആരാണെന്ന് തിരിച്ചറിയുവാൻ കഴിയുകയില്ല എന്ന് സാരം. ജഡത്തിൻ്റെ ബുദ്ധിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമാണ് ക്രിസ്തു എന്ന ദൈവത്തിൻ്റെ വെളിപ്പാട്. എന്നാൽ സ്വർഗസ്ഥനായ ദൈവം തന്നെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയാലേ നമുക്ക് അവനെ മനസ്സിലാക്കുവാൻ കഴിയൂ. സ്വർഗത്തിലെ ദൈവം ക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെടുത്തണമെങ്കിൽ നാം ചെയ്യേണ്ട കാര്യം ദൈവത്തിൻ്റെ അഥവാ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നതാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവൻ ആകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു, ഞാനും അവനെ സ്നേഹിച്ച് അവനെ എന്നെ തന്നെ വെളിപ്പെടുത്തും. ചന്ദ്രനിൽ 72 മണിക്കൂർ ചെലവിട്ട ചാൾസ് ഡൂക്ക് 1980-ൽ ഡൽഹിയിൽ നടന്ന മതവും സമാധാനവും എന്ന വിഷയം സംബന്ധിച്ച് ഉള്ള ഏഷ്യൻ കോൺഫറൻസിൽ പ്രസംഗിക്കുവാൻ എത്തിയിരുന്നു. ചന്ദ്രനിൽ പോയി മടങ്ങി വന്ന ശേഷം ഇനി ജീവിതത്തിൽ മറ്റൊന്നും നേടുവാനില്ല എന്ന് താൻ കരുതിയതായി അദ്ദേഹം സമ്മേളന പ്രതിനിധികളോട് പറഞ്ഞു. തൻ്റെ നേട്ടത്തിൽ അനേകർ തന്നെ പ്രശംസിക്കുകയും പുരസ്കാരങ്ങൾ വാരിക്കോരി നൽകുകയും ചെയ്തു. എന്നാൽ ചന്ദ്രനിൽ പോയി വന്ന് കേവലം 8 മാസത്തിന് ശേഷം തൻ്റെ ജീവിതത്തിൽ വലിയ നിരാശ ബാധിച്ചു. തൻ്റെ ഭാര്യ ആത്മഹത്യയുടെ വക്കോളമെത്തി. ജീവിതം നിരാശയാൽ തകർന്ന അവസ്ഥയായി തീർന്നു. ആ സമയത്ത് ഒരു ബൈബിൾ പഠന ഗ്രൂപ്പിലെത്തുവാനും ദൈവവചനമാകുന്ന ബൈബിൾ പഠിക്കുവാനും അവസരം ലഭിച്ചു. അങ്ങനെ അവർ തങ്ങളുടെ ജീവിതം കർത്താവായ യേശു ക്രിസ്തുവിനായി സമർപ്പിച്ചു. ചാൾസ് ഡൂക്ക് ഡൽഹിയിലെ സമ്മേളന പ്രതിനിധികളോട് ഇങ്ങനെ പറഞ്ഞു, മനുഷ്യന് ഏറ്റവും ദുർഘടം പിടിച്ച യാത്ര ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ളതല്ല, മനുഷ്യൻ്റെ ബുദ്ധിയിൽ നിന്നും അഥവാ ശിരസിൽ നിന്നും ഹൃദയത്തിലേക്കുള്ള വിശ്വാസത്തിൻ്റെ യാത്രയാണ്. ഞാനൊരു ശാസ്ത്രജ്ഞനും എഞ്ചിനീയറുമാണ്. എൻ്റെ യുക്തി അനുസരിച്ച് യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ ഞാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു. എങ്കിലും എൻ്റെ ഹൃദയം കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷകനെ തന്നെ കണ്ടെത്തുന്നതിൽ ഞാൻ വിജയിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, യേശുവിനറിയാത്ത ഒരു വ്യക്തിയാണോ എന്നെ ശ്രവിക്കുന്നത് എങ്കിൽ യേശുവിൽ വിശ്വസിക്കുകയും യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്താൽ നിശ്ചയമായും ക്രിസ്തു നമുക്ക് അവനെ വെളിപ്പെടുത്തി തരികയും നമ്മുടെ ജീവിതം അനുഗ്രഹപൂർണവും സമാധാനപൂർണവുമാക്കി തരുവാൻ യേശു നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു. യേശു നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം വരുത്തുന്നവനും നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും മതിയായവനുമാണ്. ചാൾസ് ഡൂക്കിനെയും തൻ്റെ ഭാര്യ സഹോദരിയെയും മാത്രമല്ല, തന്നെ വിശ്വസിച്ച് അനുസരിക്കുന്ന ഏവരെയും അവൻ സഹായിക്കുന്നവനാണ്. ഡോക്ടർ ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന ഒരു ആഫ്രിക്കൻ മിഷണറിയെക്കുറിച്ച് ഞാൻ കേട്ടത് ഇപ്രകാരമാണ്. ഡോക്ടർ ഡേവിഡ് ലിവിങ്സ്റ്റൺ ആഫ്രിക്കയിലേക്ക് പോയി ഏതാനും മാസങ്ങളിലേക്ക് അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരവുമില്ലായിരുന്നു. ഇതറിഞ്ഞ HM സ്റ്റാൻലി അദ്ദേഹത്തെ അന്വേഷിച്ചു പോയി ലിവിങ്സ്റ്റണോടൊപ്പം ചില നാളുകൾ ചിലവിട്ടു. അതേക്കുറിച്ച് സ്റ്റാലിൻ ഇപ്രകാരം എഴുതി, ഞാനാണ് ലണ്ടനിലെ ഏറ്റവും വലിയ നിരീശ്വരവാദി എന്ന ധാരണയോടെയാണ് ഞാൻ ലിവിങ്സ്റ്റനെ തേടിപ്പോയത്. എന്നാൽ ഏകാന്തനായ ആ വൃദ്ധനെ കണ്ടെത്തിയപ്പോൾ നിരവധി ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ ഉയർന്നു. അദ്ദേഹം എന്തിനാണ് ജീവിക്കുന്നത്? അദ്ദേഹത്തിന് ഭ്രാന്തുണ്ടോ? ഇവരൊറ്റയ്ക്ക് ജീവിക്കുവാൻ എന്താണ് അദ്ദേഹത്തിന് പ്രചോദനം നൽകുന്നത്? എന്നാൽ ബൈബിൾ പ്രമാണങ്ങൾ അക്ഷരാർത്ഥത്തിൽ അനുസരിച്ച് ഈ മനുഷ്യൻ ജീവിക്കുന്നത് ഞാൻ കണ്ടു. ദൈവസ്നേഹവും കരുണയും ത്യാഗവും താഴ്മയും മറ്റുള്ളവരിലേക്ക് പകരപ്പെടുന്നത് ഞാൻ അനുഭവിച്ചറിഞ്ഞു. തൻ്റെ ശുശ്രൂഷയിലുള്ള അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അങ്ങനെ ഞാൻ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നാം മനസ്സിലാക്കിയിരിക്കുന്നതിനേക്കാൾ യേശു വിശ്വസ്തനും സ്നേഹവാനുമാണ്. സ്നേഹമാകുന്ന യേശുവിനെ കണ്ട വ്യക്തികൾക്ക് ലോകത്തിൻ്റെ ചപ്പുകൾക്കും ചവറുകൾക്കും ലോക ഇമ്പങ്ങൾക്കും വലിയ പ്രാധാന്യം കൊടുക്കുവാൻ കഴിയുകയില്ല. ഇന്ന് നാം കാണുന്ന സകല ലോക ഇമ്പങ്ങളും ക്ഷണനേരം കൊണ്ട് നമ്മെ വിട്ടുപോകും. എന്നാൽ ഒരിക്കലും നമ്മെ വിട്ടുപോകുവാൻ കഴിയാത്തവൻ ഒരുവനെയുള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. യേശുവിന് നമ്മെ വിട്ടുപോകുവാൻ ഒരിക്കലും കഴിയുകയില്ല. കാരണം നാം അവന് വിലയേറിയവരും മാന്യരുമാണ്. യേശുവിൻ്റെ വിലയേറിയ ക്രൂശിലെ രക്തമാണ് നമ്മെ മൂല്യമുള്ളവരാക്കുന്നത്. യേശുവിൻ്റെ ആത്മാവാണ് നമ്മെ ദൈവകുഞ്ഞുങ്ങളാക്കി മാറ്റുന്നത്.
അവൻ നമ്മെ എങ്ങനെ വിട്ടുപോകും? ജീവിതത്തിൽ ഒരു പ്രതികൂലം വരുമ്പോൾ എത്ര സ്നേഹിതരായാലും നമ്മെ വിട്ടുപോകുവാൻ അവർ നിർബന്ധിതരായി തീരും. എന്നാൽ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം വിശ്വസിച്ച് സുവിശേഷം അനുസരിച്ച് ജീവിച്ചാൽ യേശു ഒരിക്കലും നമ്മെ വിട്ട് പോവുകയില്ല. അവൻ നമ്മെ സഹായിക്കും, അവൻ നമ്മെ വിടുവിക്കും. ആകയാൽ യേശുവിനെ പോലെയാകുവാൻ, യേശുവിൻ വാക്ക് കേട്ടനുസരിക്കുവാൻ നമുക്ക് നമ്മെ അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് അതിന് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സമാധാനമില്ലാത്ത ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അടിയനെ കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.